എല്ലാവർക്കും ദ മലയാളി പോഡ്കാസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ കൃഷാണ്. ഞാൻ ഇന്ന് നിങ്ങളോട് ഒരു സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എക്സാക്ട്ലി 1 ഇയർ കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് എങ്ങനെ ഇരിക്കും? സീരിയസ്ലി ക്ലോസ് യുവർ ഐസ് ഫോർ എ സെക്കൻഡ്. ഒരു വർഷം, 365 ദിവസം, അത്രയും ടൈമിൽ എന്തെല്ലാം സംഭവിക്കാം? ന്യൂ ജോബ്, ന്യൂ ബിസിനസ്, മാരേജ്, മേ ബി ബ്രേക്കപ്പ്, ജോലിയുടെ പുതിയ പ്രൊമോഷൻ, നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, ഓർ മേ ബി ജസ്റ്റ് ഫൈനലി നിങ്ങൾ വിചാരിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ മാറിയിട്ടുണ്ടാവും. ഒരു ഇയറിൽ ലൈഫ് ഫുള്ളായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഒരു വർഷത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ വല്ലാണ്ട് കൺഫ്യൂസ്ഡ് ആണ്. നമ്മളെല്ലാവരും ജാനുവരി 1 ആകുമ്പോൾ കുറേ ഗോൾസ് സെറ്റ് ചെയ്യും. ജിമ്മിൽ പോകാൻ ശ്രമിക്കും, റീഡിങ്, ബിസിനസ്, ലേണിംഗ്, AI, സേവിങ് മണി, അങ്ങനെ ഒരുപാട് ഐഡിയാസ് നമ്മൾ എഴുതി വെക്കും. പക്ഷേ ഒരു 10 ദിവസം, മേ ബി ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമ്മൾ ഈ കാര്യം തന്നെ മറന്നു. നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് എന്നറിയുമ്പോൾ നമ്മൾ ഒരാഴ്ച കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം എന്നറിയുമ്പോൾ 1 ഇയറിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. റിയലി ഡിഫറെൻ്റ് ആയ ഒരു കാര്യം. നമ്മൾ ഒരു വീക്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പയ്യെ പയ്യെ മടുക്കും. പക്ഷെ പയ്യെ പയ്യെ ചെയ്യുകയാണെങ്കിൽ, ലൈക്ക് ഡെയിലി ഒരു 1 അവർ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 365 ഹവേഴ്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അത് റിയൽ ഒരു സ്കില്ല് പഠിക്കാൻ ഇനഫ് ആയൊരു ടൈം തന്നെയാണ്. ഒരു സ്മോൾ ഹാബിറ്റ്, 1 അവർ എവറി ഡേ, അത് നമ്മുടെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്യും. ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. 2 ആളുകൾ, സെയിം എല്ലാ കേപ്പബിലിറ്റിയുള്ള 2 ആളുകൾ. ഒരാൾ ലൈക്ക് അവനെല്ലാ ഡേയ്സും 30 മിനിറ്റ്സ് AI പഠിക്കാൻ പോകുന്നു. മറ്റവൻ നാളെ ആവട്ടെ എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇന്ന് നോക്കി അറിയാൻ പറ്റും, വീക്കിലി AI പറ്റിയ പുതിയ അപ്ഡേറ്റ്സാണ് വരുന്നത്. ഒരിക്കലും AI ആരുടെയും ജോലി കളയുന്നില്ല. പക്ഷേ സ്കിൽസ് ഉള്ള AI അറിയാവുന്ന ആളുകളെയാണ് കമ്പനി കൂടുതലും ഹയർ ചെയ്യുന്നത്. സോ ഡെയിലി ഒരു ഹാഫ് അവർ AI പഠിക്കുന്ന ഒരുത്തൻ 1 ഇയർ കഴിയുമ്പോൾ അവന് അത്യാവശ്യം AIയിലെ നോളജ് കിട്ടും. അവന് ഫ്രീലാൻസ് ചെയ്യാൻ പറ്റും. ഈവൻ കോളേജിൽ പഠിച്ച് കഴിയുമ്പോൾ തന്നെ അവന് പ്ലേസ്ഡ് ആവാൻ പറ്റും. സോ നമ്മളെടുക്കുന്ന ഡിസിഷനാണ് നമ്മളെപ്പോഴും മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഒരു വീക്കിൽ ഇവിടെ പുതിയ സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ട്. പല ആളുകളും ഒരു വീക്കിൽ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പലരും ജോലി ക്വിറ്റ് ചെയ്തിട്ട് അവരുടെ ഡ്രീം ജോബ്സിന് പിന്നാലെ പോകുന്നുണ്ട്. ആളുകൾ 40കളിൽ പുതിയ സ്കിൽസ് പഠിക്കുന്നുണ്ട്. ചില ആളുകളുടെ ജീവിതം തന്നെ മാറുന്നത് 60കളിലാണ്. സോ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേൾഡ് ഡസൻ വെയിറ്റ്. ടെക്നോളജി ഒരിക്കലും നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകുന്നില്ല. സമയം അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കണം. ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്. ഞാനൊരു കാര്യം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ആളുകൾ വിചാരിക്കുന്നത് കോൺഫിഡൻസ് ആണ് ആദ്യം വരുന്നതാണ്. ആക്ച്വലി അങ്ങനെയല്ല കേട്ടോ. നമ്മുടെ ആക്ഷന് പിന്നാലെയാണ് നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നത്. നിങ്ങൾ എൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് കേട്ട് നോക്കിയാൽ മനസ്സിലാവും, ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ടല്ല ഞാൻ സംസാരിക്കുന്നത്. ഓവർ ടൈമിൽ അല്ലെങ്കിൽ മുമ്പോട്ട് പോകും തോറും വർക്കൗട്ട് ചെയ്ത ശേഷമാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. ഫസ്റ്റ് എപ്പിസോഡ് എപ്പോഴും ഓക്വേർഡ് തന്നെയാണ്. ഫസ്റ്റ് വീഡിയോ അത് ക്രിഞ്ചാടോ, അതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമ്മുടെ ഫസ്റ്റ് ബിസിനസ് പ്രോബബ്ലി സക്സസ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ഫസ്റ്റ് സ്പീച്ച് അറിയാലോ, നമ്മൾ മൊത്തത്തിൽ നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ ജിം പെയിൻഫുള്ളാണ്. പക്ഷേ സെക്കൻഡ് ടൈം അതെന്താവും, കുറച്ചും കൂടി നോർമലാണ്. 100 ടൈം ആകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി സെൽഫ് ബിലീവ് ചെയ്ത് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കുള്ളൂ. സോ ട്രസ്റ്റ് ദ പ്രോസസ്. നമ്മൾ മുമ്പോട്ട് പോകുന്നതോറും നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് മാറും. ഇമാജിൻ, ഇന്നേക്ക് ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾ രാവിലെ എഴുന്നേക്കുക, നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുന്നിട്ട് നിങ്ങളുടെ ബാങ്ക് ബാലൻസ് നോക്കുമ്പോൾ അത്യാവശ്യം ഹെൽത്തി ആയൊരു ബാങ്ക് ബാലൻസ്. നിങ്ങളുടെ മൈൻഡൊക്കെ കാമാണ്, നിങ്ങൾക്ക് നല്ല സ്ട്രോങ് ആയിട്ടൊരു ബോഡി, നിങ്ങളുടെ ഫാമിലി നിങ്ങളെ ഓർത്ത് പ്രൗഡാണ്. നിങ്ങൾ മേ ബി വേറൊരു സിറ്റിയിലായിരിക്കാം, മേ ബി വേറൊരു കൺട്രി തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാക്ട് നിങ്ങളിപ്പോൾ ജീവിക്കുന്ന സ്ഥലത്ത് തന്നെ ആയിരിക്കാം. പക്ഷേ കുറേ കൂടി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയൊരു വ്യക്തി. ബിക്കോസ് യു ഡിസൈഡ് ടു സ്റ്റാർട്ട് വൺ ഡിസിഷൻ. എന്താണ്? 1 ഇയർ മുമ്പ് നിങ്ങളെടുത്ത ആ ഒരു ഡിസിഷനാണ് നിങ്ങളുടെ ലൈഫിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തേക്കുന്നത്. സോ ടുഡേ നിങ്ങളോട് എനിക്ക് ഒരു 10 കാര്യം പ്രോമിസ് ചെയ്യാൻ പറയാൻ ആഗ്രഹമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒരു കാര്യം, അത് നാളെ അല്ല, മൺഡേയും അല്ല, നെക്സ്റ്റ് മന്തും അല്ല, ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 ഇയർ കൃത്യമായിട്ട് കഴിയുമ്പോൾ നിങ്ങളതിൽ പുലിയായിട്ടുണ്ടാവും. നിങ്ങൾക്ക് 1 ഇയർ കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ പറയാം, ഓക്കെ 1 ഇയർ മുമ്പ് ഞാൻ ആ ഡിസിഷൻ എടുത്തതുകൊണ്ട് ഞാനിന്ന്
വേറൊരു എക്സാക്ട്ലി പുതിയ ആളായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം നാളെ ആവട്ടെ, നാളെ തുടങ്ങാം. എല്ലാം നമ്മുടെ കയ്യിലാണ്. ലിവ് യുവർ ലൈഫ്. എല്ലാം നന്നായിട്ട് വരും കേട്ടോ. നമ്മൾ പോകുന്ന ആ പ്രോസസ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്താൽ മതി. സോ ഇറ്റ്സ് കൃഷ്ണലാൽ. ഞാൻ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. സി യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്. ടേക്ക് കെയർ. ബൈ.